വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ മൂഡ് മാറും. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. അയ്യോ, ഞങ്ങൾ എല്ലാരും തെറ്റിദ്ധരിച്ചല്ലോ വീണ ചേച്ചി. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണേ. നാട്ടുകാരെ എല്ലാരും ഒന്ന് സൂക്ഷിച്ചോണേ. അതുകൊണ്ടാണ് ഒരു കറുത്ത തുണി കണ്ട ഉടനെ പെടലി ഒരു വശത്തോട്ട് കോടിയത്. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ. അയ്യോ വിവേകേട്ട, ഞാൻ എന്റെ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കും. ഒരു ഒരു ചിത്രം കാണുമ്പോ പടച്ച തമ്പുരാനെ, ഒരു ചിത്രം കാണുമ്പോ മൂഡ് മാറുന്ന ആളാണ്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ആ പാവപ്പെട്ട KSC പ്രവർത്തകര് കരിങ്കൊടി കാണിക്കാൻ വരുമായിരുന്നോ? അഭിനയിച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രം മുഴുവനും പയറ്റി. ഒരു ചിത്രം കാണുമ്പോ അല്ലെങ്കിൽ ചില ജീവിതാനുഭവങ്ങൾ ചില വ്യക്തികളെ കാണുമ്പോ ഇതിന്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണ് ചേച്ചി. ഒരു കറുത്ത തുണി കണ്ട് എൻ്റെ കഴുത്ത് വരെ ഒടിഞ്ഞിട്ടുണ്ട്. അത്ര വരെ സംഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അത്രയും സെൻസിറ്റീവ് ആണ് ഞാൻ. ഒന്നും തോന്നരുത്, പിടിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞു. കേട്ടാ പുലി പുല്ലും തിന്നുന്നാണല്ലോ, അങ്ങനല്ലേ? നമുക്ക് അറിയാതെ നമ്മളുടെ കണ്ണു നിറഞ്ഞു പോകും. മനസ്സാർദ്ര. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. സെൻസിറ്റീവ്നെസ് ആണ് എന്നെ മനുഷ്യനാക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും വലിയ മഹത് വ്യക്തിയാണെന്ന് ആരറിഞ്ഞ്? ആ ഹർഷിനയോട് കാണിച്ച സെൻസിറ്റിവിറ്റി, ഹർഷിനയുടെ അനുഭവം കാണിച്ചപ്പോൾ അതിൽ മനസ്സലിഞ്ഞത്, അതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടതല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഈയിടെ കത്രിക കുടുങ്ങിയപ്പോൾ എന്താ പറഞ്ഞ്, എൻ്റെ സമയത്തല്ല, അതൊക്കെ ശൈലജയുടെ സമയത്ത് എന്ന് പറഞ്ഞ് തലയൂരിയ വ്യക്തിയല്ലേ. ഓരോ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളൊക്കെ കാണുമ്പോൾ, കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ ഇങ്ങനെയും മനസ്സിലുള്ള മന്ത്രിമാരുണ്ടോ? അവരുടെ വിഷമം എൻ്റെ വിഷമമായില്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഇനി ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിലും അങ്ങനെ വേണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിന്തയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എല്ലാം ചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആശയങ്ങളാണ് ചേച്ചിക്ക്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതും കൂടെ പറ ചേച്ചി. എങ്കിലേ ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങളും ചേച്ചി പറയുന്ന കാര്യങ്ങളും കൂടെ തമ്മിലൊരു ബന്ധം ഉണ്ടാകത്തുള്ളൂ. അല്ലെ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ആളുകൾ വിചാരിക്കും. പറയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. മനസ്സാർദ്ര. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ ആയിരിക്കുന്നതാണ്. കാരണം സെൻസിറ്റീവ്നെസ് ആണ് എന്നെ മനുഷ്യനാക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഒരു നിരപരാധിയെ നിങ്ങൾ കറുത്ത തുണി കൊണ്ട് വേട്ടയാടി കളഞ്ഞല്ലോ മനുഷ്യരെ. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്തെത്ര ധൃതി, ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടാ? ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം.